ഗായ്സ്, എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ 2024 കടന്നു പോയ നിമിഷം, അതായത് ഞാനും എൻ്റെ ഫാമിലിയും കടന്നു പോയ കുറച്ച് നല്ല സമയമുണ്ട്, കുറച്ച് മോശ സമയങ്ങളുണ്ട്. അതായത് കുറച്ച് നല്ല സമയമുണ്ട്, കുറച്ച് മോശ സമയമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോയിരിക്കുന്ന ഒരു വർഷമാണ്. കാരണം ഏകദേശം ഒരു 10-12 വർഷം കൊണ്ട് സന്തോഷം വളരെ കുറവും സങ്കടം മാത്രം കൂടുതലുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ 2024 കുറച്ച് സന്തോഷവും സങ്കടവും കൂടെ കലർന്നു പോയിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും കടന്നു പോയ 2024 കുറച്ച് നിമിഷങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഒരു 5-6 മിനിറ്റിനകത്താണ് ഈ വീഡിയോ നിർത്താൻ നോക്കുന്നത് കേട്ടോ. കാരണം ഒരു വർഷത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ, സന്തോഷവും സങ്കടമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്യണം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇല്ല. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും ഇപ്പോൾ ജനുവരി 3 ആയിട്ടുണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് പുതുവർഷം തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ നല്ലൊരു തുടക്കമാവട്ടെ. ഇനിയുള്ള വർഷങ്ങളെല്ലാം ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ 24, അതായത് എൻ്റെ 24 എന്ന് പറഞ്ഞാൽ 2024 കടന്നു പോയത് സന്തോഷവും സങ്കടമായിട്ടുള്ള കുറച്ച് കാര്യം. അപ്പോൾ അതിൽ സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 2024 ഒരു ജൂൺ ജൂലൈ ആ ഒരു മാസത്തിലാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി തുടങ്ങിയത്. ഏകദേശം ഒരു 6000-6500 സബ്സ്ക്രൈബേഴ്സ് വരെ കിട്ടിയ ഒരു സമയം 2024. ഇപ്പോൾ 2024 തീരും മുമ്പേ, അതായത് ഒരു ഡിസംബർ ആ ഒരു സമയത്തൊക്കെ തന്നെ ഒരു 800 വരെയൊക്കെ ആയിരുന്നു. 800-850 വരെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് 11,003 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിലൊരു ഭാഗമായിരിക്കുകയാണ് യൂട്യൂബ്. എൻ്റെ ഫാമിലിയെ പോലെ ഞാൻ നിങ്ങളെ, അതായത് നിങ്ങളിപ്പോൾ എൻ്റെ ഫാമിലിയിലെ ഒരു അംഗമായിരിക്കുകയാണ്, ഞാനും നിങ്ങളെ ഒരു ഫാമിലിയിലെ ഒരു അംഗമാണ്. അപ്പോൾ നമ്മൾ പരസ്പരം ഒരു ഫാമിലി ആയിരിക്കുകയാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫാമിലിയിലെ അംഗങ്ങളായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ്സ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവും പോസിറ്റീവും എല്ലാം പറയുന്നുണ്ട്. അതെല്ലാം എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നു. തുടർന്ന് ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, ലോങ് വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യില്ല, അത് അൺസബ്സ്ക്രൈബ് ആയി പോവും. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറയാറുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. അപ്പോൾ ഇത് ബെല്ലെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ കറക്റ്റ് സമയത്ത് നിങ്ങളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കണം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബിൽ 11K സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദി രേഖപ്പെടുത്താം. താങ്ക് യു സോ മച്ച്. പിന്നെയെന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ 2024 കേട്ടോ. ഏകദേശം ഒരു 2023 ലാസ്റ്റും 2024 ഒരു ഫസ്റ്റ്, ഒരു ജനുവരി ഫെബ്രുവരി ആ ഒരു കാലയളവിലാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു 10-12 വർഷത്തെ ഒരു കുറച്ച് ബാധ്യത. ഇപ്പോൾ ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്കായിട്ട് എടുത്തല്ല, വേറൊരാൾക്ക് നമ്മൾ എടുത്തു കൊടുത്തതിൽ കുറച്ച് ബാധ്യത നമ്മുടെ പേരിൽ വന്നായിരുന്നു. അപ്പോൾ അതൊരു 10-12 വർഷം അത് ലക്ഷങ്ങളായി കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി, ഞങ്ങളുടെ ബാധ്യതയൊക്കെ മാറി നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ 2024. അത് എത്ര ഉറക്കത്തിൽ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചാലും നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറിയ ഒരു സമയം എപ്പോഴും ചോദിച്ചാൽ ഇത് 2024 കേട്ടോ. 2024 ഒരു ഫസ്റ്റ് ആ ഒരു കാലയളവിലാണ്. കാരണം ഏകദേശം ഒരു 10-12 വർഷം വരെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു മോശ സമയമായിരുന്നു. വേറൊരാൾക്ക് ഞങ്ങളുടെ പ്രോപ്പർട്ടിയൊക്കെ വെച്ച് ലോണൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അവരൊക്കെ സമയത്തിന് അടയ്ക്കാതിരുന്നപ്പോൾ നമുക്ക് ബാധ്യതയൊക്കെ ഉണ്ടായി, ലക്ഷക്കണക്കിന് ബാധ്യതകളൊക്കെ ഉണ്ടായി. അതൊക്കെ എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ
പറ്റുന്ന രീതിയിലൊക്കെ അടച്ചിട്ടുണ്ട്. പിന്നെ ഈ കൂട്ടുപലിശയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന എല്ലാം പലിശയിൽ മാത്രമേ പോകാറുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഒരു പോലും കടമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് കുറേ കടങ്ങളൊക്കെ ഞങ്ങളുടെ തലയിൽ വന്നത്. അതായത് ആ ഒരു ലോണിൻ്റെ പേരിൽ ഇപ്പോൾ സമയത്തിന് ഇപ്പോൾ നമ്മൾ പേരിൽ അവരെ വെച്ചെടുത്തിരിക്കുമ്പോൾ നമ്മൾ തന്നെയാണല്ലോ അടയ്ക്കാൻ. അതായത് ബാധ്യത വന്ന് കിടക്കുന്നത് നമ്മുടെ പേരിലാണല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ആ പ്രശ്നം കാര്യങ്ങൾക്കൊന്നും പോയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ സഹായിച്ചു, അവർ നമ്മളെ തിരിച്ച് സഹായിച്ചു, അത് മാത്രം മനസ്സിലാക്കി. പിന്നെ നമ്മൾ അതിനൊന്നും വഴക്കിനോ പ്രശ്നങ്ങൾക്കൊന്നും പോയില്ല. നമ്മുടെ സമയം മോശമായിരുന്ന സമയത്താണ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ എല്ലാം കൊടുത്ത് അവർക്ക് ലോണൊക്കെ എടുക്കാൻ കൊടുത്തത്. അങ്ങനെ കുറച്ച് ബാധ്യതയൊക്കെ വന്നപ്പോൾ അതെല്ലാം തീർന്ന് എല്ലാം സമാധാനമായിട്ട് ഇപ്പോൾ ഉള്ളൊരു സമയം എന്ന് പറഞ്ഞാൽ 2024 ഞങ്ങൾക്ക് അങ്ങനെ ഒരു സന്തോഷം ഒരു നിമിഷം ഉണ്ടായത് കേട്ടോ. കാരണം ഈ കടം കിടക്കുമ്പോൾ ഒരു സമാധാനം കാണത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ അച്ഛൻ ജോലി ചെയ്യുന്നതായിരുന്നാലും അമ്മ കടയിൽ ഇരുന്ന് കഷ്ടപ്പെടുന്നതായിരുന്നാലും എല്ലാം നമ്മൾ ഈ ലോണിലടയ്ക്കുകയാണ്. കാരണം ഇപ്പോൾ കൂട്ടുപലിശയും കാര്യങ്ങളൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ പലിശ മാത്രം അടച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ആ വലിയൊരു എമൗണ്ട് അവിടെ തന്നെ കിടക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ പറയണ്ടേ, നമ്മളിപ്പോൾ വെള്ളം കുടിക്കേണ്ട പൈസ ഒരുപാട്, അത് കണക്കെന്ന് പറഞ്ഞാൽ ഒരു 6-7 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഞങ്ങൾ വെള്ളം കുടിക്കേണ്ട പൈസ വരെ ഞങ്ങളുടെ ഈ ബാങ്കിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അതൊക്കെ ഒരു കഴിഞ്ഞ കാലമാണ്. അപ്പോൾ ആ ഒരു കാലം സങ്കടകരമായ നിമിഷം മാറി സന്തോഷത്തിലെത്തിയ വർഷം എന്ന് പറഞ്ഞാൽ 2024 ഫസ്റ്റിലൊക്കെയാണ് കേട്ടോ. അത് ഞങ്ങളൊരു പ്രോപ്പർട്ടിയൊക്കെ വെച്ച് തന്നെ ഞങ്ങൾ ഒരു ബാധ്യതയൊക്കെ തീർത്തു. അപ്പോൾ തീർത്തപ്പോൾ ഞങ്ങൾക്ക് സമാധാനമുണ്ടായി. ബാക്കി പൈസയൊക്കെ ഡെപ്പോസിറ്റൊക്കെ ചെയ്തു. അപ്പോൾ അത് വളരെ ഒരു സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം ബാധ്യതകളൊക്കെ വന്നെന്നറിഞ്ഞാൽ പിന്നെ ചുറ്റിനുള്ള ആൾക്കാരൊക്കെ അങ്ങ് അകലം പാലിച്ചു തുടങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ആരാണ് നമുക്കൊരു മോശ സമയത്തും നല്ല സമയത്തും, അതായത് മോശ സമയത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ സന്തോഷമുള്ള സമയത്തും അതായത് മോശമായിട്ടുള്ള സമയത്തും നമ്മൾ കടന്നു പോകുമ്പോൾ ഈ രണ്ടിനും കൂടെ ബാലൻസ് ചെയ്ത് നമ്മളെ കൂട്ടത്ത് ആരാണ് നിൽക്കുന്നത്, അവരാണ് നമ്മളെ യഥാർത്ഥ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ബന്ധുക്കൾ. അതായത് നമ്മുടെ അടുത്ത് സ്നേഹമുള്ള ബന്ധുക്കൾ. അതായത് ഏതൊരു സാഹചര്യത്തിലും നമ്മളെ വിട്ടു പോകില്ലെന്ന് മനസ്സിലാക്കുന്ന ബന്ധുക്കൾ. അങ്ങനെ ഒരു ബന്ധുക്കളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ആരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല, ഞങ്ങൾ ചോദിക്കാൻ പോയിട്ടില്ല, അറിഞ്ഞാരും വന്ന് ചോദിച്ചിട്ടില്ല. കാരണം അറിഞ്ഞു വന്ന് ചോദിച്ച ബാധ്യതയും കാര്യങ്ങളൊക്കെ പിന്നെ അവരും കൂടെ ഞങ്ങളെ സഹായിക്കണമെന്നുള്ള രീതിയിൽ അവർ ആരും ഞങ്ങളുടെ അടുത്തൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങളത് തരണം ചെയ്ത് മുമ്പിലോട്ട് പോയി. പിന്നെ ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ബാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ ഏകദേശം ഒരു 12 വർഷം വരെ സ്വിറ്റ്സർലാൻഡിലൊരു കമ്പനിയിലായിരുന്നു കേട്ടോ മിഷൻ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ അച്ഛൻ നാട്ടിൽ തന്നെ ഒരു ഡെയിലി വേക്കൻസി ആയിട്ട് മിൽമയിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് ഒക്കെ ആയിരുന്നു. പെയിൻറ്റിങ് കോൺട്രാക്റ്റ് പണിയൊക്കെ എടുത്ത് ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ബാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ രണ്ടുപേരുടെ കാര്യങ്ങളും നടത്തേണ്ട രീതിയിൽ അമ്മ നല്ല രീതിയിൽ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് സമയം മോശമാവുന്ന സമയത്ത് എല്ലാം പോകുന്ന വഴി അറിയത്തില്ലല്ലോ. അപ്പം 2024 പിന്നെ സങ്കടമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ മരിക്കുന്നതാണ് കേട്ടോ. അമ്മയ്ക്ക് അറ്റാക്കായിരുന്നു അമ്മാമ്മയുടെ മരണം, അതാണ് കേട്ടോ. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ്. ഈ ഒരു ചെറിയ കാര്യമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഈ ഒരു കാര്യം ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ നമ്മളെന്താ പറയണ്ടേ, മുമ്പിലോട്ട് പ്രതിസന്ധി തരണം ചെയ്ത് പോകേണ്ട ഒരു 12 മാസം എന്ന് പറഞ്ഞാൽ 10 വർഷത്തിന് തുല്യമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ജീവിതത്തിൽ സന്തോഷം സമാധാനമൊക്കെ, സന്തോഷവും ഉണ്ടാവും സങ്കടവും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ നമുക്കിതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ള വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, പഠിക്കാൻ പറ്റും. അതായത് അവരെങ്ങനത്തെ ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും ദൈവം. അതിനൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് ദൈവം തുറന്നു തരുന്നത് കേട്ടോ. അതായത് നമ്മൾ സ്വന്തമായിട്ട് ഫൈറ്റ് മുമ്പിലോട്ട് എത്തിയാൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഫൈറ്റ് ചെയ്ത് മുമ്പിൽ എത്താൻ നമ്മുടെ എൻ്റെയും നിന്നുൻ്റെയും കാണപ്പെട്ട ദൈവം ഞങ്ങളുടെ അമ്മയാണ്. അപ്പോൾ അമ്മയാണ് ഞങ്ങളുടെ ഇതുവരെ ഇപ്പോൾ ഈ നിമിഷം വരെ അമ്മയാണ് ഞങ്ങളെ ദൈവം. തുടർന്നും അങ്ങനെയാണ്. കാരണം ഹെൽപ്പിന് ആരും ഇല്ലായിരുന്ന സമയത്തും നമ്മളെ ചേർത്ത് പിടിച്ച് നമുക്ക് പറ്റും, മുമ്പിലോട്ട് പോകണം, നമ്മൾ ജീവിക്കണം, ആരെയും മുമ്പിൽ തല കുഴിയാൻ പാടില്ല എന്നുള്ള
മുമ്പിലോട്ട് എത്തിച്ചത് അമ്മയാണ്. അപ്പോൾ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുമ്പിലോട്ട് പോകാൻ പഠിപ്പിച്ച അച്ഛനും അമ്മയാണ്. അപ്പോൾ അവരുടെ അടുത്ത് താങ്ക് യു സോ മച്ച്. അവരാണ് നമുക്ക് ജീവിതത്തിൽ നല്ല വ്യക്തികളെയും ഒക്കെ നമുക്ക് നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്ന വ്യക്തികൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 2024 കുറച്ച് സന്തോഷവും സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. അപ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ നല്ല സമയങ്ങളും നല്ല സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.